തിരുവനന്തപുരം സൈഡിലേക്ക് ഇപ്പൊ മഴക്കാലം നേരത്തെ എത്തിയെന്ന് തോന്നുന്നേ. ഈ ഒരാഴ്ചയായിട്ട് അത്യാവശ്യം നല്ല മഴയുണ്ട്. രാവും പകലൊന്നുമില്ലാണ്ട് ഇതിപ്പോ രാവിലെ ഏകദേശം ഒരു 8:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മള് വീട്ടിലേക്കൊക്കെ വിളിച്ച് നോക്കിയപ്പോഴത്തേന് കട്ടപ്പനയിലൊക്കെ മഴ പെയ്തിട്ട് കുറേ ആയെന്ന് പറഞ്ഞേ. അവിടെ അത്യാവശ്യം കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരു മഴയൊക്കെ വേനൽ മഴ നോക്കിയിരിക്കുന്നവരാണല്ലോ. പക്ഷെ ഒറ്റ മഴ പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞേ. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരു കടുങ്കാപ്പിയൊക്കെ കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു ട്രിപ്പ് ചായയൊക്കെ കഴിഞ്ഞാണെങ്കിൽ ഒരു കടുങ്കാപ്പി കുടിക്കുമ്പോൾ ഒരു ആശ്വാസം. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം. ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും കൊണ്ടുവന്ന മണി പ്ലാന്റും ലക്കി ബാമ്പും ഒക്കെ അതിനെയൊക്കെ ഓരോ ടിന്നിലൊക്കെ ആക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചട്ടിയിലൊക്കെ ആക്കി. പിന്നെ റോബസ്റ്റാ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ കടുങ്കാപ്പിയുടെ കൂട്ടത്തിൽ എനിക്കിങ്ങനെ പഴം കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ രാവിലെ ഒരു സിനിമയൊക്കെ കണ്ടിരുന്നിട്ട് നമ്മൾ പഴമൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ ഇന്ന് വീട്ടിലെ. അപ്പുറത്തെ വീട്ടിലെ ചാമ്പമരമാണ്. ഇത്രയും ചാമ്പങ്ങ കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല. നിറച്ചും പൂവൊക്കെ ഉണ്ടായിരുന്നു. കുറേ മഴ അടുപ്പിച്ച് കിട്ടിയപ്പോഴത്തേന് ചാമ്പ നല്ല വിധത്തിൽ കായ്ച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ താന്നിമൂട് മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങിയിട്ട് വന്നേ. ഈ മീനിന് ഇവിടെ പറയുന്ന പേര് വേളാവെന്നാണ്. ഇത് നമ്മുടെ അവിടെ എന്ത് പേര് പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മീൻ കാണുന്നത്. ചിലപ്പോൾ വേറെ പേരിലൊക്കെ ആയിരിക്കും, കഴിച്ചിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ മീനിനെയൊക്കെ റെഡിയാക്കി ഇന്ന് നമ്മൾ മപ്പാസാണ് വെച്ചത്. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ വേളാവും മപ്പാസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇന്ന് കഴിക്കാനായിട്ട് ചീരത്തോരൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സാമ്പാർ ഉണ്ടായിരുന്നേ. എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു സാധനമാണ് അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ. ആ സാമ്പാറിന് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 3-4 ജില്ല കടന്ന് വരേണ്ട വന്നു. അതേ ടേസ്റ്റിൽ, ആ ഒപ്പം വരത്തില്ലെങ്കിലും ഏകദേശം ഒപ്പിച്ച് ആ ടേസ്റ്റിൽ വെക്കുന്നതാണ്. എൻ്റെ ചേച്ചി വെക്കുന്ന സാമ്പാറും ഇഷ്ടമാണ്. അങ്ങനെ ചോറിന് സാമ്പാറും മീൻ വറുത്തതും ചീരത്തോരനും നമ്മുടെ മപ്പാസ് കറിയൊക്കെ ആയിരുന്നു ഇന്ന്. അത്യാവശ്യം ഹെവി ലഞ്ചായിരുന്നേ. പൊതുവേ ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ TV കണ്ടുകൊണ്ടിരുന്ന ഒരു ലഞ്ച് ടൈം ഒക്കെ കുറവാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടില്ല. 1-2 ദിവസം പോവാതിരുന്നപ്പോഴത്തേനെ മടി പിടിച്ച കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണല്ലോ നമുക്ക് കഴിക്കാൻ പറ്റണേ. അപ്പോൾ ഉച്ചയ്ക്ക് TVയിലുള്ള സിനിമയൊക്കെ കണ്ടിരുന്നിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. മപ്പാസ് കറി അത്യാവശ്യം അടിപൊളിയായിരുന്നു. അതിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യാമേ. അങ്ങനെ വെള്ളം, നമ്മുടെ ദാഹശമനി വെള്ളം, എനിക്കെന്തെങ്കിലും ഇങ്ങനെ ദാഹശമനിയൊക്കെ ഇട്ട വെള്ളമാണ് പ്ലെയിൻ ആയിട്ടുള്ള വെള്ളത്തിനെ കഴിഞ്ഞ് ഇഷ്ടമേ. അങ്ങനെ ഉച്ചയ്ക്കത്തെ നമ്മുടെ സിനിമ ടു കൺട്രീസ് ആയിരുന്നു. ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ മൈൻഡിന് ഒരു റിലാക്സേഷൻ ആണല്ലോ. അപ്പോൾ വെറുതെ എന്തെങ്കിലും ഇപ്പോഴേ ഇറങ്ങുന്ന സിനിമ കഴിഞ്ഞും കുറേ കൂടെ ദിലീപിൻ്റെ അന്നത്തെ സിനിമകളും ജയറാമിൻ്റെ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കിനും പൊതുവേ കുറച്ച് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ ഒട്ടും ബ്രേക്ക് എടുത്തില്ല. 4 മണിയായപ്പോൾ നന്ദന സിനിമ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ നോക്കി വെക്കും വൈകുന്നേരം ഏതാണ്, ഉച്ചയ്ക്ക് ഏതാണ് സിനിമ. നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണുമേ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും നന്ദനമൊക്കെ കണ്ടതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചായയും കാപ്പിയും ആവാമെന്ന് വിചാരിച്ചു. ചേച്ചിക്ക് തേയിലയാണ് എടുത്തത്, എനിക്ക് പൊതുവേ കടുങ്കാപ്പിയാണ് ഇഷ്ടം. അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരമായ 6:30 6:45 ആ സമയമായപ്പോഴത്തേനും നമ്മൾ പാൽ ചായ എടുത്തു. അതേപോടൊപ്പം തന്നെ നമ്മൾ ചായക്കടയിൽ നിന്ന് കടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഏത്തയ്ക്ക ബോളിയായിരുന്നു ഇന്നത്തെ സ്നാക്സ്. പിന്നെ ചേച്ചിയുടെ മോള് വന്നപ്പോഴത്തേക്കിന് പാസ്ത ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ലുലുന്ന് എന്നേ വാങ്ങിച്ചു വെച്ച പാസ്തയാണ്. അത് ഇന്നാണ് നമുക്ക് വെക്കാനായിട്ടൊരു അവസരം കിട്ടിയത്. ഷാൻജിയോയുടെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാൻജിയോ വെച്ചതുപോലൊന്നും വന്നില്ലെങ്കിലും പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു നമ്മുടെ പാസ്ത ഉണ്ടാക്കിയത്. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കി പരീക്ഷിച്ചത്. ചേച്ചിയുടെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ച ഡ്രസ്സാണ് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു ചെറിയ രീതിയിൽ. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ചേച്ചിയുടെ പിള്ളേരൊക്കെ വീട്ടിലാണ്, കട്ടപ്പനയിലാണ്. അപ്പോൾ അമ്മ അടുത്ത ദിവസം കൊണ്ടുവന്നാക്കത്തേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൊടുത്ത് ഗിഫ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വീടിനടുത്ത് നെല്ലിമൂട് തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. 2 ഡ്രസ്സ്, ഒരെണ്ണം ട്രെൻഡ്സിൽ നിന്നാണ് വാങ്ങിച്ചത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് പതുക്കെ അടുക്കള പണിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഓഫീസിൽ നിന്ന് കേക്ക് കട്ട് ചെയ്തപ്പോഴേ ഞാൻ അവിടുന്ന് കുറച്ച് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നേ. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെന്ത് ജോലി ചെയ്യണം എന്നുള്ള ഡിസ്കഷനിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ ജോലികൾ ചെയ്യുകയാണ്. കപ്പ വേകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടലപ്പായസം വെക്കാനായിട്ടുള്ള ചവ്വരി അവിടെ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കടലപ്പായസത്തിനുള്ള പരിപ്പാണ്. നമ്മുടെ കടല എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, അതാണ്. പിന്നെ അയല മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. ഇവിടുന്ന് മീൻ വാങ്ങണ സമയത്തെ മീൻ മണലിനകത്ത് പൊതിഞ്ഞായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. മിക്ക മീനിലും അത്യാവശ്യം മണലുണ്ടായിരിക്കും. അപ്പം നമ്മൾ മീൻ മുറിക്കണതിന് മുന്നേ അതിന് അത്യാവശ്യം നല്ല പോലെ കഴുകി എടുത്തില്ലെങ്കിൽ മീനിനകത്തൊക്കെ ഈ മണൽ കയറിയിരുന്നാൽ പിന്നെ പോവാനായിട്ട് പാടാണേ. വൈകുന്നേരം കട്ട് ചെയ്യാനായിട്ടുള്ള കേക്കൊക്കെ നമ്മൾ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ പായസത്തിനുള്ള കടലപ്പരിപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കും. നമ്മൾ ആദ്യം ഈ ഒരു ചുവട് കട്ടി കുറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ചുവട് കട്ടിയില്ലാത്തതുകൊണ്ട് നെയ്യ് ഒഴിച്ചപ്പോഴത്തേനും പാത്രം നന്നായിട്ട് ചൂടായി.
അതിൻ്റെ ഉള്ളിൽ നിന്ന് പുക വരാൻ തുടങ്ങി. അങ്ങനെ ആ പാത്രം മാറ്റി നമ്മൾ വേറൊരു പാത്രത്തിലേക്കാക്കി മീൻ പൊരിക്കാനായിട്ടുള്ള മസാലയൊക്കെ ഇവിടെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കടല പായസത്തിന് വേണ്ടിയിട്ട് കടലയെല്ലാം നെയ്യ് ഒഴിച്ച് ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് കടലയൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കുറച്ച് നേരത്തെ പണിയാണ്. അതിനകത്തേക്ക് നമ്മൾ പഞ്ചസാര അല്ല നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു. ഇത് കുറച്ച് സമയം ഇളക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ ജോലി വരുന്നത്. ഇതെല്ലാം മിക്സ്ഡാണ്. അറ്റ് എ ടൈം നമ്മൾ പല പല ജോലികൾ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ. ഇത് നമ്മുടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വാഴയില വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടിയ വാഴയിലയിലേക്ക് എണ്ണ തേച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ തേച്ച് നന്നായിട്ട് ഇലയിൽ സ്പ്രെഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടില്ലേ, ആ മീനിനെടുത്ത് ഓരോ ഇലക്കകത്താക്കി വെക്കുക. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. പിന്നെ ഒരു ഇഡ്ഡലി പാത്രം റെഡിയാക്കി വെക്കുക. ഇഡ്ഡലി പാത്രത്തിനകത്ത് ഓട്ടയുള്ളൊരു പാത്രമില്ലേ, അതെടുത്ത് വെക്കുക. എന്നിട്ട് ഈ വാഴയിലയിലേക്ക് വെച്ച നമ്മുടെ മീനിനെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് അതിനെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക. ഇതേസമയം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പായസത്തിന് 2ാം പാല് ചേർത്തു, തേങ്ങാപ്പാൽ. മീൻ ചെയ്യുമ്പോഴത്തേനെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയിട്ട് ഈ ഒരു സ്റ്റേജ് വേണമെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എടുത്തതിന് ശേഷം ഒന്നും കൂടെ പൊള്ളിച്ചെടുക്കാമേ. അതായത് മീൻ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സവാളയും നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാൻ പറ്റും. രണ്ടിനും 2 ടേസ്റ്റാണ്. ഓരോരുത്തരുടെയും പ്രിഫറൻസ് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പായസത്തിന് നമ്മളിവിടെ ഇളക്കി കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ജോലിയാണ്. കുറച്ച് നേരം ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് നന്നായിട്ട് മടുക്കുമല്ലോ. ഡ്രസ്സിൻ്റെ ഒരു ക്ലോക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മളൊരു 9 മണിക്ക് ശേഷമാണ് കേക്ക് കട്ട് ചെയ്തത്. ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ 4-5 പേര് മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂടെ കൂടുമ്പോഴത്തേക്കിനും ഒരു രസമാണല്ലോ. അതിന് ഒരുപാട് ആളുകൾ വേണമെന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ കപ്പയും മീനുമായിരുന്നു ഇന്നത്തെ ഡിന്നർ. പിന്നെ ചോറുണ്ടായിരുന്നു, ഇന്നലത്തെ വേളാവും മപ്പാസ് ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഡിന്നറ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മീൻ നമ്മളിത് പൊരിച്ചെടുത്തില്ല, നമ്മൾ ആവി കയറ്റി ആ സ്റ്റേജിൽ തന്നെയാണ് കഴിക്കുന്നത്. കപ്പയായതുകൊണ്ട് പൊരിച്ചെടുത്തിട്ടില്ല. പൊരിച്ചെടുത്താൽ കുറച്ചും കൂടെ അടിപൊളിയാവുമായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ പാത്രമൊക്കെ കഴുകി പതുക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം വേറൊന്നുമില്ല, നമ്മളെല്ലാം കൂടെ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ പായസം കുടിച്ചത്. പായസം കുടിച്ചപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ടായിരുന്നേ. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്